വെൽഫെയർ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസുമാണ്. എല്ലാ ബോർഡ് മീറ്റിങ്ങിലും വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാറുണ്ട്. സെക്ഷൻ ഓഫീസിലെ ഇലക്ട്രിസിറ്റി വർക്കർ മുതൽ എല്ലാ ജീവനക്കാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു കോൺക്ലേവ് നടത്തണം എന്നുള്ളത് ബോർഡിൻ്റെ ഒരു ഉത്തരവാണ്. അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു കോൺക്ലേവ് നടത്തുന്നത്. ഇതിലിപ്പോൾ എല്ലാ ആൾക്കാരും പങ്കെടുക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഓരോ ജീവനക്കാരും ആ ഒരു കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ രീതിയിൽ നമുക്ക് 0 ആക്സിഡൻസിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതിലിപ്പോൾ നമ്മളുടെ എല്ലാ ജീവനക്കാരും വളരെ ഒരു നിശ്ചയദാർഢ്യത്തോടെ വളരെ ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഏറ്റവും ഉയർന്ന സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളോട് ഒരു ഉദാഹരണം പറയാനുള്ള നമ്മുടെ തൊട്ടടുത്ത് പാലക്കാട് സർക്കിളിൻ്റെ അണ്ടറിൽ ഒരു ഒലവക്കോട് സെക്ഷൻ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഒരു ഇൻസ്പെക്ഷൻ നടത്തിയിരുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും 100% ആണ് അവരുടെ പെർഫോമൻസ്. 100% കളക്ഷൻ എഫിഷ്യൻസി, 100% ബില്ലിംഗ് എഫിഷ്യൻസി, ക്വാളിറ്റി മീറ്ററുകളൊന്നുമില്ല, ട്രാൻസ്ഫോമറൊന്നും ഫെയിലുവറൊന്നുമില്ല. എല്ലാ ട്രാൻസ്ഫോമേഴ്സും കൃത്യമായിട്ട് മെയിൻ്റനൻസ് നടത്തി ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അങ്ങനെ A to Z എല്ലാ കാര്യങ്ങളും ഒരു സെക്ഷൻ ഓഫീസിൻ്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്ന ഒരു സെക്ഷൻ ഓഫീസാണ് പറയുന്നത്. നമ്മുടെ ഒരു റെസ്റ്റ് റൂം മാത്രമല്ല, നമ്മൾ വർക്ക് ചെയ്യുന്ന എല്ലാ നമ്മുടെ സംവിധാനവും കൂടി ഓരോ ജീവനക്കാരനും വർക്ക് ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു എൻവയോൺമെൻറ്റ്, ഒരു വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട്. നമ്മളൊരു രാവിലെ ഓഫീസിൽ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ എല്ലാം ഒരു മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സാന്നിധ്യമുണ്ട്. അതേ സമയത്ത് അവിടെ വളരെ കൺജസ്റ്റഡ് ആണ്, ആൾക്കാരൊക്കെ വന്നിട്ട് ഒരു കംപ്ലൈൻറ്റ്സ് ബഹളമൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വർക്ക് ചെയ്യാനുള്ള നിങ്ങളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ തന്നെ ഒരു മാറ്റം വരും. അപ്പൊ ആ രീതിയിലുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാന്നുള്ളതാണ്. അത് സെക്ഷൻ ഓഫീസിൽ ഒരു റെസ്റ്റ് റൂം കൊണ്ട് മാത്രമായില്ല, നമ്മുടെ എല്ലാ ട്രാൻസ്ഫോർമറുകളും ലൈനുകളും കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് ഒരാൾക്ക് ഏതൊരു വർക്കും ചെയ്യാനുള്ള രീതിയിലുള്ള ഒരു അനുകൂലകരമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാവുന്നതാണ്. ഒരു ലൈൻമാൻ ഒരു പോസ്റ്റയിൽ പോയി കയറി ലൈൻ ശരിയാക്കാൻ വേണ്ടി പോസ്റ്റയിൽ കയറാൻ വേണ്ടി നോക്കുന്നു. അപ്പോൾ ആ പോസ്റ്റ് ആണെങ്കിൽ ഒടിഞ്ഞു വീഴാറായിട്ടുള്ള പോസ്റ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടീക്വുഡ് പോസ്റ്റോ RCC പോസ്റ്റോ കയറാൻ പറ്റാത്തതാണെങ്കിൽ, അപ്പോൾ ആ ഒരു ലൈൻമാൻ്റെ ആ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രയാസങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രയാസങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് എല്ലാ വർക്കുകളും കൃത്യമായിട്ട് ചെയ്യാൻ വേണ്ടി എല്ലാ രീതിയിലുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് കൂടി ഈ ഒരു കോൺക്ലേവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. നമ്മളെല്ലാ ലൈനുകളും ട്രാൻസ്ഫോർമറും എല്ലാം നമ്മുടെ ഇൻസ്റ്റാളേഷൻസ് എല്ലാം കൃത്യമായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് എല്ലാ ജീവനക്കാർക്കും അതിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം കൂടി നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. പൊതുവെ നമ്മളുടെ ഇലക്ട്രിസിറ്റി ബോർഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഏറ്റവും മുൻപന്തിയിൽ നിന്ന് വർക്ക് ചെയ്യുന്നവരാണ് നമ്മുടെ ഇലക്ട്രിസിറ്റി വർക്കേഴ്സും ലൈൻമാൻമാരും. അപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ഒരു അവിഭാജ്യ അംഗമാണ് ഓരോ ജീവനക്കാരും. അതേ രീതിയിൽ നമ്മുടെ പൊതുജനങ്ങളും. അപ്പോൾ നമ്മുടെ ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളത് എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്വവും കൂടിയാണ്. ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു കാര്യക്ഷമതയും ഫലപ്രാപ്തിയും ഉണ്ടാവണം എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെ ആവശ്യം കൂടിയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഒരു ബെസ്റ്റ് റിസൾട്ട് അല്ലെങ്കിൽ നമ്മളൊരു കാര്യക്ഷമത നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സുരക്ഷയ്ക്ക് നമ്മൾ ടോപ്പ് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളതാണ്. നമ്മളെല്ലാ വർക്കുകൾ ചെയ്യുമ്പോഴും കൃത്യമായിട്ട് നമ്മളത് പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 24/7 ക്വാളിറ്റി ആൻഡ് റിലയബിൾ പവർ ആണ് ലക്ഷ്യം. അതാണെങ്കിൽ നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ഇലക്ട്രിസിറ്റി പവർ യൂട്ടിലിറ്റി ആക്കി മാറ്റുക എന്നുള്ളതാണ്. ഏറ്റവും ബെസ്റ്റ് യൂട്ടിലിറ്റി ആയിട്ട് മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മുടെ ഓരോ ജീവനക്കാർക്കും ഏറ്റവും ഒരു അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ്, മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്കറിയാം, ഏറ്റവും കൂടുതൽ റിസോഴ്സസും ഫണ്ടിങ് ഒക്കെ ഉള്ള മറ്റുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ ഈ കൊച്ചു കേരളം എന്ന് പറയുന്നത് വളരെ പരിമിതമായിട്ടുള്ള റിസോഴ്സസ് ഫണ്ടിങ് ഒക്കെ ഉള്ള ആ ഒരു അവസരത്തിൽ പോലും
നമ്മൾ പല കാര്യങ്ങളിലും ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. പ്രസരണം, വിതരണം, നഷ്ടം സിംഗിൾ ഡിജിറ്റ് ആണ്. ടോട്ടൽ ഇലക്ട്രിഫിക്കേഷൻ നേടിയിട്ടുള്ളത് നമ്മൾ ആദ്യമായി KEC ആണ് ടോട്ടൽ ഇലക്ട്രിഫിക്കേഷനിലേക്ക് എത്തിയിട്ടുള്ളത്. 100% മീറ്ററിങ്ങും മറ്റുള്ള എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ഇലക്ട്രിസിറ്റി ബോർഡ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അത് നമ്മുടെ എല്ലാ ആൾക്കാർക്കും ഒരു അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അത് തന്നെയാണ് നമ്മളുടെ വിഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒരു യൂട്ടിലിറ്റി ആയി മാറ്റുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോ ജീവനക്കാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു നേട്ടം നേടിയിട്ടുള്ളത്. നമ്മളുടെ ഒരു സേഫ്റ്റി സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനമാണ് ഇലക്ട്രിസിറ്റി ബോർഡിൽ. കേവലം നമ്മളുടെ ഒരു ജീവനക്കാരുടെ സുരക്ഷ മാത്രം നോക്കുകയല്ല, നമ്മൾ അതിനുള്ള എല്ലാ പ്രൊസീജിയറും കൂടി നമ്മൾ നോക്കിക്കൊണ്ട് അഡ്വാൻസ്ഡ് ടെക്നോളജി കാര്യങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള ഫെസിലിറ്റീസും കൂടി പ്രൊവൈഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് സുഖു സാറുള്ളപ്പോൾ ഒരു സേഫ്റ്റി പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് ഇറക്കിയിട്ടുള്ളത്. നിങ്ങളുടെ രാവിലെ നിങ്ങളൊരു സെക്ഷൻ ഓഫീസർ ഒരു ഫ്യൂസ് ഓഫ് കോൾ അറ്റൻഡ് ചെയ്യുന്ന തൊട്ട് നിങ്ങൾ ഒരു HT EHT ലൈൻ വലിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ പ്രൊസീജിയേഴ്സും ആ പുസ്തകത്തിനകത്തുണ്ട്. അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ സുരക്ഷ മാത്രമല്ല ഫോക്കസ് ചെയ്യുന്നത്, മൊത്തം നമ്മുടെ പ്രോസസ് നമ്മുടെ സിസ്റ്റത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടോപ്പ് ലെവൽ മാനേജ്മെന്റും അതിൻ്റെതായ ഒരു ഉത്തരവാദിത്വം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ലീഡർഷിപ്പ് എടുത്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും മോണിറ്ററിങ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഓരോ ജീവനക്കാരുടെയും സുരക്ഷയിലൊപ്പം തന്നെ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടി നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. വളരെ നേരത്തെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞത് വളരെ ഒരു റിസ്ക് ഇൻവോൾവ്ഡ് ആയിട്ടുള്ള വർക്കാണ്, അപകട മേഖലയാണ്. പക്ഷെ അങ്ങ് അപകട മേഖലയാണെങ്കിൽ പോലും ഒരാൾക്കും ഒരു അപകടവും വരാത്ത രീതിയിൽ ഈ സംവിധാനത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിന് ഒരു ഉദാഹരണം പറയുകയാണ്. അതായത് നമ്മുടെ കളമശ്ശേരിയിൽ ലൈവ് ലൈൻ മെയിൻ്റനൻസ് ഉണ്ട്, ഹോട്ട് ലൈൻ മെയിൻ്റനൻസ് സിസ്റ്റം എന്ന് പറഞ്ഞത്. EHT ലൈനിൽ 110 kV 220 kV ലൈൻ ഓഫ് ചെയ്യാണ്ട് തന്നെ മെയിൻ്റനൻസ് ചെയ്യുന്ന ഒരു സംവിധാനമാണ് ലൈവ് ലൈൻ മെയിൻ്റനൻസ് സിസ്റ്റം എന്ന് പറയുന്നത്, ഹോട്ട് ലൈൻ മെയിൻ്റനൻസ് സിസ്റ്റം. അതിന് വർഷങ്ങൾക്ക് മുമ്പ് ഇലക്ട്രിസിറ്റി ബോർഡ് തുടങ്ങിയിട്ട് വർഷങ്ങളോളായി ഇതുവരെ ഒരു അപകടവും സംഭവിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു സിസ്റ്റം, ഒരു വ്യവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ വ്യവസ്ഥയിൽ കൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ കൃത്യമായിട്ട് പാലിക്കുകയാണെങ്കിൽ ഒരു അപകടവും ഇല്ലാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു ഊർജ്ജ മേഖല അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി മേഖലയെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. അതിനെന്താ വേണ്ടതെന്ന് പറഞ്ഞാൽ ഓരോ ജീവനക്കാരും അത് ഉൾക്കൊണ്ടുകൊണ്ട് ഒന്ന് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ തന്നെ അഡ്വാൻസ്ഡ് ടെക്നോളജി IT ഇന്റർവെൻഷനൊക്കെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുകയാണ്. IT-യുടെ ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ സ്മാർട്ട് സോഫ്റ്റ്വെയർ കൊണ്ടുവന്നിട്ടുള്ളത്. അതിലേക്ക് പല ആൾക്കാരും ഉപയോഗിക്കുന്നുണ്ട് സ്മാർട്ട് സോഫ്റ്റ്വെയർ. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഒരു കാലമാണ്, പുതിയ കാര്യങ്ങളൊക്കെ വരികയാണ്. അപ്പോൾ അതിൻ്റെയും ഒരു ആപ്ലിക്കേഷൻസ് നമുക്ക് ഫീൽഡ് ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത് നമ്മുടെ സേഫ്റ്റി വിഭാഗം അതിൻ്റെ ഒരു പ്രവർത്തനത്തിലാണ്, അതിൻ്റെ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ലൈൻമാൻ പോസ്റ്റേജിൽ പോകുമ്പോൾ അവിടെ പോസ്റ്റേജിൽ സപ്ലൈ ഉണ്ടോ, ഒരു ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ ഓവർസിയർ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും അറിയേണ്ട സമയത്ത് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാന്നുള്ളതാണ്. അപ്പോൾ അതിന് ഓരോ മേഖലയിൽ ഒരു 10-15 ടോപ്പിക്സ് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ അത് ഓരോ ദിവസവും രാവിലെ സൺറൈസ് മീറ്റിങ്ങിൽ നമ്മൾ അധികം സമയം എടുക്കാറില്ല, ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 10 മിനിറ്റ് ഓരോ വിഷയത്തിൽ ഒരു വിദഗ്ധനായ ഒരാൾ വന്ന് നിങ്ങളെ ക്ലാസ് എടുക്കുകയും അങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ആ ലൈൻമാൻമാർ അത് ഉൾക്കൊള്ളുകയും അത് നമ്മുടെ ഫീൽഡിൽ പ്രാവർത്തികമാകുകയും ചെയ്യുന്നത്. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സ്കിൽ ഡെവലപ്മെന്റ് പ്രോഗ്രാമിൻ്റെ കൂടെ നമ്മളുടെ അറിവില്ലായ്മ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, കാര്യങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കാത്തതുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യതയോടെ നമ്മൾ മുന്നോട്ട് പോവുക, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കൊരു ആക്സിഡന്റ് നമ്മൾ സംഭവിച്ചൂടാ അല്ലെങ്കിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി തന്നെയാണ് നമ്മൾ ശ്രമിക്കുന്നതും പ്രവർത്തിക്കുന്നതും നമ്മളെല്ലാം ചെയ്യുന്നത്. ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റീവ് ആക്ഷൻ എടുക്കാൻ വേണ്ടി നമ്മളുടെ ഭാഗത്തുനിന്ന് ഒരു
മുൻകൈ എടുക്കണം എന്നുള്ളതാണ്. അത് ഒരു കറക്റ്റീവ് ആക്ഷൻ എടുക്കുകയും ഒരു പ്രിവെന്റീവ് ആക്ഷൻ എടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ആക്സിഡൻസ് ഒരു സെക്ഷൻ ഓഫീസിലും പുനരാവർത്തിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പോൾ കറക്റ്റീവ് ആക്ഷൻസ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷനിലേക്ക് നമ്മൾ പോകേണ്ടതുണ്ട്. പിന്നെ നമ്മൾ പൊതുജനങ്ങൾക്ക് കൂടി നമ്മളെ ഇലക്ട്രിസിറ്റി മേഖലയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ജനങ്ങൾ കൂടി നമ്മളുടെ ഒരു പാർട്ടാണ്. പൊതുജനങ്ങൾ കൂടി ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അവരുടെ സുരക്ഷ കൂടി നമ്മൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അവയർനെസ് പ്രോഗ്രാം ഒക്കെ നമ്മൾ AXE AIMART ലെവലിലൊക്കെ നടത്തുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ നമ്മളിപ്പോൾ ഒരു സ്കൂൾ കുട്ടികളുടെ സിലബസിൽ കൂടി ഉൾപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഗവൺമെന്റ് ലെവലിൽ ടേക്കപ്പ് ചെയ്തു. അപ്പോൾ അവരുടെ ആ ഒരു സിലബസ് കമ്മിറ്റിയുടെ പരിഗണനയിലാണ്. അടുത്ത അധ്യയന വർഷത്തിൽ മിക്കവാറും സ്കൂൾ കുട്ടികളുടെ സിലബസിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് കൂടി വരും സുരക്ഷ എന്ന് പറയുന്നത്, സേഫ്റ്റി എന്ന് പറയുന്നത്. പിന്നെ ഒന്നുള്ളത് നമ്മൾ ELCB RCCB എല്ലാ വീടുകളിലും വെക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് ഒരു വാർഡ് തലത്തിലുള്ള ഒരു സുരക്ഷാ കമ്മിറ്റി ഒരു ബോർഡ് ഉത്തരവായിരിക്കുകയാണ്. അപ്പോൾ പൊതുജനങ്ങൾക്ക് ഉള്ള ഒരു ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടി നമ്മുടെ ഇലക്ട്രിസിറ്റി നമ്മളെ AXE-മാരും AIMART ഒരു പരിമിതിയുണ്ട്. എല്ലാ ജനങ്ങളിലേക്കും ഈ ഒരു അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ലിമിറ്റേഷനകത്ത് നിന്നുകൂടെ നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ പൊതുജനങ്ങൾ കൂടി ഇതിന്റെ ഭാഗമാകുമ്പോൾ, ജനപ്രതിനിധികൾ കൂടി ഇതിന്റെ ഭാഗമാകുമ്പോൾ എല്ലാ ആൾക്കാർക്കും ഈ സേഫ്റ്റി അവയർനെസ് നമുക്കൊന്ന് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ വാർഡ് തലത്തിലുള്ള സുരക്ഷാ കമ്മിറ്റി ഫോം ചെയ്തുകൊണ്ടുള്ള ഒരു ഉത്തരവ് ആയിട്ടുണ്ട്. അതൊരു ഓവർസിയറോ ഒരു സബ് എഞ്ചിനീയേഴ്സോ ഒരു വാർഡ് തലത്തിൽ നമ്മൾ പോയി ഒന്ന് ക്ലാസ് എടുക്കുകയും അവരെ കൂടി നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു ഭാഗമാക്കുകയും എന്തെങ്കിലും നാച്ചുറൽ കലാമിറ്റി കാര്യങ്ങളൊക്കെ വരുമ്പോഴേ അവരുടെ കൂടി ഒരു സഹായം ഉണ്ടെങ്കിൽ നമ്മുടെ കുറേ കാര്യങ്ങൾ വളരെ വേഗത്തിൽ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അപ്പൊ ജനങ്ങളെ കൂടി നമ്മളുടെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് എല്ലാ ആൾക്കാർ കാണുന്നതാണ് മീഡിയയിലൊക്കെ ഇലക്ട്രിസിറ്റി ബോർഡിനെതിരായിട്ട് പൊതുജനങ്ങളുടെയും എന്തുമാത്രം ഒരു പ്രതികരണം ഉണ്ടായിരുന്നുള്ളത് നമ്മൾ വാട്സാപ്പിലും മറ്റുള്ള മീഡിയയിലേക്ക് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ കൂടി നമ്മൾ ഒരു കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഓരോ ഓവർസിയർമാരും നമ്മുടെ സബ് എഞ്ചിനീയേഴ്സ് ജനങ്ങളുമായിട്ടുള്ള ഈ ഒരു മാസത്തിനൊരിക്കലോ അല്ലെങ്കിൽ 3 മാസത്തിനൊരിക്കലോ ഈ ഒരു വാർഡ് തലത്തിലുള്ള ഒരു മീറ്റിങ്ങിലെ കൂടെ വലിയ ഒരു മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾക്ക് പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ്. അത്രയും ഒരു അത്യാവശ്യമുള്ള ഒരു കാര്യം കൈകാര്യം ചെയ്യുന്ന നമുക്ക് ജനങ്ങളെ കൂടെ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗം കൂടിയാണ് ഈ വാർഡ് തലത്തിലുള്ള സേഫ്റ്റി കമ്മിറ്റി എന്നുള്ളത്. സുരക്ഷ എന്ന് പറയുമ്പോൾ നമ്മളെ ലൈൻ വർക്ക്സിൽ മാത്രമല്ല നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചേരുന്നത് വരെയുള്ള നിങ്ങളുടെ എല്ലാ ആക്ടിവിറ്റീസിലും സുരക്ഷ എന്നുള്ളത്, സേഫ്റ്റി എന്നുള്ളത് നിങ്ങൾ എപ്പോഴും ഓർത്തു വെക്കേണ്ട ഒരു കാര്യമാണ്, പ്രാവർത്തികമാക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത്. അതിനൊരു ഉദാഹരണമാണ് കഴിഞ്ഞ നമ്മുടെ ജനുവരി ഫെബ്രുവരി മാസത്തിന്റെ ആക്സിഡൻസ് റിപ്പോർട്ട്സ് ഒന്ന് എടുത്തു നോക്കിയപ്പോൾ കണ്ടതാണ്. 30ഓളം നോൺ ഫാറ്റൽ ആക്സിഡൻസ്, ബൈക്ക് ആക്സിഡൻസ് ആണ്. അതും വൈകുന്നേരം 4 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയുള്ള ആ ഒരു പീരീഡിലുള്ള ബൈക്ക് ആക്സിഡൻസ് ആണ് നമ്മുടെ സ്മാർട്ട് റിപ്പോർട്ടിനകത്തുള്ളത്. അപ്പൊ നമ്മള് വളരെ തിരക്കിട്ട വർക്കും കാര്യങ്ങളും കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ പലതും നമ്മുടെ ആ ഒരു തിരക്കിന്റെ ഇടയിൽ സംഭവിച്ചു പോകുന്നതായിരിക്കാം. അത് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മൾ എല്ലാ കാര്യങ്ങളും സുരക്ഷ നമ്മൾ പ്രാധാന്യം നൽകിക്കൊണ്ട് അതിനൊരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അത് ഉണ്ടാവണം എന്നുള്ളതാണ് നിങ്ങളോടൊന്ന് പറയാനുള്ളത്. പിന്നെ പൊതുവേ നമ്മൾ KSEB ഈ വെൽഫെയർ ആക്ടിവിറ്റീസിലും ജീവനക്കാരുടെ സ്ട്രെസ് മാനേജ്മെന്റ്, ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഹെൽത്ത് ചെക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടത്തി വരികയാണ്. വെൽഫെയർ ആക്ടിവിറ്റീസും നടത്തി വരികയാണ്. അപ്പോൾ ഈ അവസരത്തിൽ നിങ്ങളോടൊന്ന് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യമാണ്, അതായത് നമ്മുടെ മുൻ രാഷ്ട്രപതി സർവേപ്പള്ളി രാധാകൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒരു വാക്കാണ്, ഒരു ആക്സിഡന്റ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു ആക്സിഡൻസ് നമ്മുടെ അറിവില്ലായ്മ കൊണ്ടോ അത് സംഭവിക്കുകയാണെങ്കിൽ അത് ഒരു കൊലപാതകത്തിന് തുല്യമാണ് എന്നുള്ളതാണ്. അപ്പോ അതാണ് നമ്മളിപ്പോ പലയിടത്തും കാണുന്നത്. പല ആക്സിഡൻസിൽ ഉണ്ടാകുന്ന നടപടിക്രമങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള ആക്സിഡൻസ്, ഒഴിവാക്കാവുന്ന ആക്സിഡൻസ് നമ്മൾ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആക്സിഡൻസ് എന്ന് പറയുന്നത്, ഒരു അപകടം എന്ന് പറയുന്നത്
ആ ഒരു വ്യക്തിക്ക് മാത്രമല്ല, അത് ആ സമൂഹത്തിനും ആ സ്ഥാപനത്തിനും അവരുടെ ഫാമിലിക്കും അവരുടെ കുടുംബത്തിനും അവരുടെ സഹപ്രവർത്തകർക്കും എല്ലാം ബാധിക്കുന്ന ഒന്നാണ്. അപ്പം അതുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമ്മളുടെ വളരെ ഒരു റിസ്ക് ഇൻവോൾവ് വർക്കാണ്, ഒരു അപകട മേഖലയാണ്. അതെല്ലാം നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ കൃഷ്ണൻകുട്ടി സാറ് ഏറ്റവും പ്രാധാന്യം നൽകുന്ന 2 കാര്യങ്ങളാണ് ജീവനക്കാരുടെ സുരക്ഷയും അവരുടെ ക്ഷേമവുമാണ്. അപ്പോൾ ഇത്രയും ഒരു പ്രാധാന്യം ജീവനക്കാരുടെ കാര്യത്തിൽ നൽകുന്നത്, അതിനുകൊണ്ട് നമ്മൾ ഉൾക്കൊള്ളേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതൊരു സ്ഥാപനത്തിൻ്റെയും ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയീസ് ആണ്. നമ്മളൊരു പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിലും, നമ്മളുടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റിയിൽ ഒരു വർധനം ഉണ്ടാവണമെന്നുണ്ടെങ്കിലും എല്ലാം ഒരു ജീവനക്കാരുടെ ഒരു കോൺട്രിബ്യൂഷനാണ് ഏറ്റവും വലുത് തന്നെയാണ്. അപ്പോൾ ജീവനക്കാരുടെ ആ ഒരു കോൺട്രിബ്യൂഷനിൽ കൂടെ മാത്രമേ നമുക്ക് സ്ഥാപനത്തിന്റെ ഒരു പെർഫോമൻസ്, കാര്യക്ഷമത വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പൊതുവെ നമ്മൾ ഈ ആക്സിഡൻസ് ഒക്കെ കാണുന്നത് ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന് ഓവർ കോൺഫിഡൻസ്, നമ്മുടെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും നമ്മുടെ ഒരു നിർലക്ഷ്യവും ചില കാര്യങ്ങൾ ഒരു അറിവില്ലായ്മയും കൂടി ഉണ്ട് എന്നുള്ളതാണ്. നമ്മുടെ അമിത ആത്മവിശ്വാസമാണ് പലയിടത്തും നമ്മുടെ അപകടത്തിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഓരോ ജീവനക്കാരും ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പാലിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഇലക്ട്രിസിറ്റി ബോർഡ് എന്താണോ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അതനുസരിച്ച് നമ്മൾ പാലിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും 100% നമുക്ക് അപകടങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. പൊതുവെ നമ്മൾ സുഖസാറ് വന്ന പിന്നെ നമുക്ക് വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് സുരക്ഷയെ പറ്റി. ഒരു അന്തർദേശീയ തലത്തിലുള്ള ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ സേഫ്റ്റി സിസ്റ്റത്തിന്റെ കാര്യത്തിൽ. 14 ഐറ്റംസ് ഉള്ള സേഫ്റ്റി കിറ്റ് കൊടുത്തു. പിന്നെ ഇക്വി പൊട്ടൻഷ്യൽ എർത്തിങ് സിസ്റ്റം കൊണ്ടുവന്നു. അങ്ങനെ പല കാര്യങ്ങളും ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു സേഫ്റ്റി സിസ്റ്റമാണ് നമ്മളെ സുഖസാറുള്ള കൊണ്ടുവന്നത്. അതിന്റെ ഒരു റിസൾട്ടാണ് 2018-19 ഒരു നല്ല രീതിയിലുള്ള ആക്സിഡൻസ് ഒക്കെ കുറഞ്ഞു. പിന്നെ 2020-21 ആകുമ്പോൾ കോവിഡ് മഹാമാരി വന്നതോടുകൂടി നമ്മളെ ജീവനക്കാരൊക്കെ അവർ സേഫ്റ്റി പാലിക്കുന്നതിലൊന്ന് പുറകോട്ടായി. അപ്പോൾ നമ്മൾ ആക്സിഡൻസ് കൂടി വന്നു. അപ്പോൾ 2022 നമ്മൾ വീണ്ടും ഒരു സേഫ്റ്റി അസസ്മെന്റ് കമ്മിറ്റി മീറ്റിംഗ് നടത്തി. എല്ലാ സർക്കിൾ തലത്തിലും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു 5-6ഓളം മറ്റുള്ള ഡിപ്പാർട്ട്മെന്റ് ആൾക്കാർ കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് നടത്തി. അപ്പോൾ അതിന്റെ 2 റിസൾട്ടാണ് നമ്മൾ കണ്ടത്. ഒന്ന്, നമ്മുടെ ജീവനക്കാർക്ക് ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ബോർഡ് ഉത്തരവായിട്ടുണ്ട് ഒരു ഇന്റൻസീവ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടി. അത് കാസർഗോഡ് മൈലാട്ടിയിൽ വെച്ചിട്ട് എല്ലാ ഒരു സെക്ഷൻ ഓഫീസിന്റെ ഒരു ലൈൻമാൻ, ഒരു ഇലക്ട്രിസിറ്റി വർക്കർ 1 മാസത്തേക്കുള്ള ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇന്റൻസീവ് ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ആ ഒരു മാസത്തെ ട്രെയിനിങ് ഇൻഹൗസ് ആണ്, അവിടെ തന്നെ താമസിപ്പിച്ചിട്ട് കൊടുക്കുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ ആ 1 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം കഴിയുമ്പോൾ തീർച്ചയായും ആ ഒരു ലൈൻമാൻ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി വർക്കർ ഒരു പെർഫെക്റ്റ് ഇലക്ട്രിസിറ്റി വർക്കർ അല്ലെങ്കിൽ ലൈൻമാനായി മാറുകയാണ്. ഇപ്പോൾ നിങ്ങൾ പെർഫെക്റ്റ് അല്ല ഞാൻ പറയുകയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും വർക്കുകളുടെ ഒരു എക്സ്പീരിയൻസിന്റെ കുറവോ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോർമേഷന്റെ കുറവോ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അത് പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അതായത് 11 kV ലൈൻ കൺസ്ട്രക്ഷൻ, ട്രാൻസ്ഫോമർ, LT ലൈൻ, ഒരു സെക്ഷൻ ഓഫീസിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നു അതെല്ലാം ഈ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൂടെ നമ്മൾ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇവിടെയുള്ള ആൾക്കാരൊക്കെ നിങ്ങളെല്ലാം എക്സ്പീരിയൻസ്ഡാണ്, വർഷങ്ങളായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പക്ഷെ പലപ്പോഴും എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സിസ്റ്റത്തിലൂടെ പോകാത്തതിൻ്റെ ഒരു കുറവാണ്. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാമെന്നുള്ള ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. തീർച്ചയായിട്ടും അതൊരു ഇംപ്ലിമെന്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് വലിയൊരു മാറ്റങ്ങൾ നമ്മുടെ സിസ്റ്റത്തിൽ ഉണ്ടാവും, നമ്മളുടെ ജീവനക്കാരുടെ ഇടയിൽ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു, വാർഡ് തലത്തിലുള്ള സേഫ്റ്റി കമ്മിറ്റി ഫോം ചെയ്യാമെന്നുണ്ടെങ്കിൽ അപ്പോൾ ജീവനക്കാരെ പൊതുജനങ്ങളെ കൂടി നമ്മൾ ഉൾപ്പെടുത്താന്നുള്ളതാണ് നമ്മൾ ഈ അവയർനെസ് പ്രോഗ്രാമിൽ. അപ്പോൾ ഈ 2 കാര്യങ്ങളും നമ്മൾ ചെയ്തു. എങ്കിലും നമ്മൾ കുറേയൊക്കെ നമ്മളുടെ ഇപ്പോൾ കഴിഞ്ഞ 1-2 വർഷത്തെ ആക്സിഡൻസ് നോക്കുമ്പോൾ നമ്പർ ഓഫ് ആക്സിഡൻസ് കൂടുതലാണ്. നമ്മൾ ആക്സിഡൻസ് കുറയ്ക്കുക എന്നുള്ളതല്ല നമ്മുടെ ഉദ്ദേശം, ആക്സിഡൻസ് ഇല്ലാതെ 0 ആക്സിഡൻസിലേക്ക് പോവുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് തീർച്ചയായിട്ടും നമുക്ക് നല്ല രീതിയിലുള്ള ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ഉണ്ടാവുകയും ഒരു നല്ല രീതിയിലുള്ള ഒരു തൊഴിൽ സംസ്കാരം നമ്മൾ വളർത്തിയെടുക്കുകയും നല്ലൊരു വർക്ക് കൾച്ചർ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും പറ്റുവാണെങ്കിൽ
തീർച്ചയായിട്ടും നമുക്ക് സുരക്ഷിതമായിട്ട് നമ്മുടെ സംവിധാനത്തിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 0 ആക്സിഡൻസിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ നമ്മുടെ സ്റ്റേറ്റ് ലെവൽ സേഫ്റ്റി കോൺക്ലേവില് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു 3 ബഹുമാനപ്പെട്ട CMD ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു 3 കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാ ജീവനക്കാർക്കും ഒരു സേഫ്റ്റി ബാഡ്ജ് കൊടുക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ 5 സ്റ്റെപ്സ് പറഞ്ഞിരിക്കുകയാണ്. സ്വിച്ച് ഓഫ്, ഐസൊലേഷൻ, എർത്തിങ് എന്ന് പറയുന്ന ഒരു 5 സ്റ്റെപ്സ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഓരോ ലൈൻമാൻമാരും ഈ പോസ്റ്റിന്റെ അടുത്തേക്ക് പോയിട്ട് വർക്കിന് പോകുമ്പോൾ അവർ ഓർമ്മിപ്പിക്കുകയാണ് ആ ഒരു ബാഡ്ജ്, അതായത് ലൈൻ ഓഫ് ചെയ്തിട്ടുണ്ടോ, എർത്തിങ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഈ സ്വിച്ച് ഓഫ് ചെയ്യാണ്ട് ഒരാൾ പോസ്റ്റിൽ കയറാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന്, അപ്പോൾ ആ ബാഡ്ജ് നിങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ ഓഫ് ചെയ്യണം, ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സേഫ്റ്റി ബാഡ്ജ് നമ്മൾ എല്ലാ ആൾക്കാർക്കും വിതരണം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ സേഫ്റ്റി വിഭാഗം അത് മാനുഫാക്ചറിങ് ചെയ്ത് സപ്ലൈ ചെയ്യുകയാണ് എല്ലാ ആൾക്കാരും. അവിടെ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ടായിരുന്നു. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സെക്കൻഡറി ഡിവൈസാണ്. അതായത് പ്രോക്സിമിറ്റി ഡിറ്റക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മൈഡിയ എന്ന് പറയുന്ന ഒരു പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്ഥാപനമുണ്ട്, മൈഡിയ എന്ന് പറഞ്ഞാൽ ചേർത്തലയിൽ. അപ്പോൾ അവര് വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒന്നാണ് പ്രോക്സിമിറ്റി ഡിറ്റക്ടർ. അതായത് ഈ പ്രോക്സിമിറ്റി ഡിറ്റക്ടർ ഒരു വാച്ചാണ്, കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ലൈനിൽ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ അവിടെ സപ്ലൈ ഉണ്ടെങ്കിൽ വിഷ്വൽ ആൻഡ് ഓഡിയോ സിഗ്നൽ കിട്ടും. അപ്പോൾ സപ്ലൈ അവിടെ ഉണ്ട് എന്നുള്ളത് മനസ്സിലാവും. അതെന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡറി ഡിവൈസ് ആണ്. നിങ്ങൾ ഏതായാലും സ്വിച്ച് ഓഫ് ചെയ്ത് എർത്തിങ് ചെയ്തിട്ടേ ചെയ്യാവുള്ളൂ. ഇത് അങ്ങനെ ഒരു സപ്ലൈ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്തിട്ടും ഇപ്പോൾ ചിലപ്പോൾ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ലേ ഒരു എക്സ്ചേഞ്ചിന്റെ റിട്ടേൺ സപ്ലൈ വരികയുണ്ടായി. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിലും അറിയാൻ വേണ്ടിയിട്ടുള്ള സംവിധാനമാണ് പ്രോക്സിമിറ്റി ഡിറ്റക്ടർ. അതും കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. പിന്നെ മൂന്നാമത് എന്ന് പറഞ്ഞാൽ ഈ പൊതുജനങ്ങൾക്ക് അറിയുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കൺസ്യൂമർ ഗൈഡ്, അതും കഴിഞ്ഞ ദിവസം റിലീസ് ചെയ്യുകയുണ്ടായി. അത് പിന്നെ എല്ലായിടത്തേക്കും നമ്മളതിന് സർക്കുലേഷൻ ചെയ്യും. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഓരോ ജീവനക്കാർ സുരക്ഷ എന്ന് പറയുന്നത് അവര് നമ്മുടെ ഓരോരുത്തരുടെയും ഒരു ഉത്തരവാദിത്വമാണ് എന്ന് ഏറ്റെടുത്തുകൊണ്ട് ഈ ഒരു സുരക്ഷിതമായ വൈദ്യുതി മേഖലയെ നമുക്ക് പടുത്തുയർത്താനായിട്ട് സാധിക്കണം. എല്ലാ ആൾക്കാരും ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു സെക്ഷൻ ഓഫീസിൽ നിന്ന് ഒരു AE, സബ് എഞ്ചിനീയർ, ഓവർസിയർ, ലൈൻമാൻ, ഇലക്ട്രിസിറ്റി വർക്കർ, ഈ 5 പേരാണ്. നിങ്ങളാണ് ഈ സേഫ്റ്റി ക്ലബിന്റെ മെമ്പേഴ്സ്. അപ്പോൾ നിങ്ങൾ അവിടുത്തെ ബാക്കിയുള്ള എല്ലാ സെക്ഷൻ ഓഫീസിലെ ജീവനക്കാരെയും ഈ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയും അവരുടെ നമ്മൾ ഈ ഒരു സിസ്റ്റത്തിൽ കൂടെ കൊണ്ടുപോകാനായിട്ട് നമ്മളെല്ലാ ഈ ടീം അംഗങ്ങൾ, സേഫ്റ്റി ക്ലബ് മെമ്പേഴ്സ് നിങ്ങൾ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വൈദ്യുത ബോർഡ് നിഷ്കർഷിച്ചിരിക്കുന്ന പോളിസി നയം എന്ന് പറയപ്പെടുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ നമ്മുടെ പോളിസി, എന്താ നമ്മുടെ സുരക്ഷാ നയം? ജീവനക്കാരുടെയും പൊതുജനങ്ങളുടെയും നമ്മളോടൊപ്പം ജോലി ചെയ്യുന്ന കോൺട്രാക്ടർ ജീവനക്കാരുടെയും പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ആരുടെ നയം? നമ്മുടെ സേഫ്റ്റി പോളിസി എന്ന് പറയപ്പെടും. അതിന്റെ ഭാഗമായി നമുക്ക് രൂപീകരിച്ചിരിക്കുന്ന സേഫ്റ്റി പോളിസിയുടെ ഭാഗമായി ആ സേഫ്റ്റി പോളിസി എങ്ങനെയാണ് പൂർത്തീകരിക്കേണ്ടതിന്റെ 2ാം ഘട്ടം എന്ന രീതിയിൽ അത് എങ്ങനെയാണ് അവലംബിക്കേണ്ടത് എന്നതിന്റെ ഭാഗമായി നമുക്ക് നൽകിയിരിക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, സേഫ്റ്റി ഉപകരണങ്ങൾ, അല്ലെ? 2, ആ സേഫ്റ്റി ഉപകരണങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് സേഫ്റ്റി നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ സേഫ്റ്റി റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതിൽ എങ്ങനെ സേഫ്റ്റി റൂളുകളെല്ലാം തന്നെ ഇവിടെ നിലവിൽ പറഞ്ഞു പോയി. ഇത് നമുക്ക് എങ്ങനെയാണ് സേഫ്റ്റി നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയുക? അതിന് നമുക്ക് ആവശ്യമായിട്ടുള്ള സേഫ്റ്റി ഉപകരണങ്ങൾ നമുക്ക് നൽകിയിട്ടുമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു 14 ഇന സേഫ്റ്റി ഉപകരണങ്ങളാണ് നമുക്കുള്ളത്. നമുക്കൊരു അപകടം ഉണ്ടാകുന്നത്, അപകടങ്ങളെ നമുക്ക് 2ആക്കി തരംതിരിക്കാം. ഒരു അപകടം ഉണ്ടാകുന്നത് എങ്ങനെ നമുക്ക് തരംതിരിക്കാം? എങ്ങനെയാ? ഒരു അപകടം ഉണ്ടാകുന്നത് 2 രീതിയിൽ നമുക്ക് മാറ്റാം. ഒന്ന്, ഇലക്ട്രിക്കലി നമുക്കൊരു അപകടം ഉണ്ടാകാം. ഇലക്ട്രിക്കലി നമുക്കൊരു അപകടം ഉണ്ട്, ഇല്ലേ? 2, നമുക്ക് മെക്കാനിക്കലായി നമുക്കൊരു അപകടമുണ്ട്. ഈ 2 അപകടങ്ങളുമാണ്. ഒന്ന്, ഇലക്ട്രിക്കലി ഉണ്ടാകുന്ന അപകടം. 2, മെക്കാനിക്കലി ഉണ്ടാകുന്ന അപകടം.
അങ്ങനെ ഇലക്ട്രിക്കലി ഉണ്ടാകുന്ന അപകടം എന്ന് പറയപ്പെടുന്നത് എങ്ങനെ നമുക്ക് പ്രതിരോധിക്കാൻ കഴിയും? രണ്ട്, മെക്കാനിക്കലി ഉണ്ടാകുന്ന അപകടം നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? ഈ രണ്ട് രീതിയിലുള്ള അപകടം പൂർണ്ണമായും ഒഴിവാക്കുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മുടെ നയമെന്ന് പറയപ്പെടുന്ന സേഫ്റ്റി പോളിസി എന്ന് പറയപ്പെടുന്ന സീറോ ആക്സിഡന്റിലേക്ക് നമുക്ക് എത്തിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഈ രണ്ട് രീതിയിലുള്ള അപകടം നമുക്ക് പൂർണ്ണമായും ഒഴിവാക്കണമെന്നുണ്ട് എങ്കിൽ നമ്മുടെ കയ്യിലുള്ള ആകെ ഇരിക്കുന്ന ഈ 14 ഇന സേഫ്റ്റി ഉപകരണങ്ങളെ നമുക്ക് എന്താക്കി തിരിക്കാം? എത്രയായി തിരിക്കണം? നമുക്ക് രണ്ടാക്കി തിരിക്കണം. എന്താ രണ്ടാക്കി തിരിക്കുമ്പോൾ ഒന്ന് എന്തായിരിക്കും? ഷോക്ക് എടുക്കാതെ ഇലക്ട്രിക്കലി എങ്ങനെയാണ് സേഫ്റ്റി ഉറപ്പുവരുത്തുന്നത് എന്നുള്ള സേഫ്റ്റി ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് ഒന്ന് മാറ്റിവെക്കണം, അറിയണം. രണ്ട്, മെക്കാനിക്കലി ഉണ്ടാകുന്ന അപകടം എങ്ങനെ നമുക്ക് ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ 14 ഐറ്റത്തിലെ ഏതാണ് മെക്കാനിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഉപകരണങ്ങൾ? അപ്പൊ രണ്ട് രീതിയിൽ നമുക്ക് അതിന് മാറ്റണം. ഒന്ന്, സേഫ്റ്റിക്കലി ഉറപ്പുവരുത്തേണ്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നും, രണ്ട്, മെക്കാനിക്കലി അപകടം ഉണ്ടാകാതിരിക്കാൻ നമുക്ക് തന്നിരിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് എന്നും. എന്തായിരിക്കും സേഫ്റ്റി? എന്താ ഇലക്ട്രിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ഉള്ളത്? ഏതൊക്കെ? ഗ്ലൗസ് ഉണ്ട്, സേഫ്റ്റി ഷൂസ് ഉണ്ട്, എർത്ത് റോഡ് ഉണ്ട്, സ്പൈക്ക് ഉണ്ട്, ഷോട്ടിംഗ് ക്ലിപ്പ് ഉണ്ട്, അല്ലേ? ഇതാണ്. മെക്കാനിക്കൽ ആണെങ്കിലോ സേഫ്റ്റി ബെൽറ്റ്, പിന്നെ ആണെങ്കിലോ ഹെൽമെറ്റ്, ലാഡ്, അങ്ങനെയുള്ള എല്ലാം എന്തായിരിക്കും നമ്മുടെ മെക്കാനിക്കൽ, അല്ലേ? ഇവിടെ നമുക്ക് ആരൊക്കെ ഉള്ളത്? ഒന്ന്, ലൈനിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സും ഉണ്ട്. രണ്ട്, ഈ വർക്കിനെ സൂപ്പർവൈസ് ചെയ്യുന്ന സൂപ്പർവൈസർ ഉണ്ട്. ഈ രണ്ട് വിഭാഗത്തിലും ഉണ്ടാകുന്ന ജോലി എന്തോന്നാണ്? ഇലക്ട്രിക്കലി സൂപ്പർവൈസ് നടത്തേണ്ട ചുമതല ആർക്കുള്ളതാണ്? ഇലക്ട്രിക്കൽ സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്കുള്ളതാണ്? പെർമിറ്റ് എടുക്കുന്ന ആളിന് നമ്മൾ എന്ത് പറയും? ഒരു പെർമിറ്റ് എടുക്കാൻ അധികാരമുണ്ട് എങ്കിൽ അത് ആരായിരിക്കും? സൂപ്പർവൈസർ. അപ്പം സേഫ്റ്റി ഉറപ്പ്, ഇലക്ട്രിക്കലി സേഫ്റ്റി ഉറപ്പ് വരുത്തേണ്ട ചുമതല ആർക്കാണ്? ഈ വർക്കിലേക്ക് കൊണ്ടുപോകുന്ന സൂപ്പർവൈസർക്കുള്ളതാണ്. അപ്പൊ ആ സൂപ്പർവൈസർ എന്താ ചെയ്യേണ്ടത്? ഒരു വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓഫ് ചെയ്ത ഒരു ലൈനിലേക്ക് അല്ലെങ്കിൽ ഓഫ് ചെയ്ത ഒരു ഇലക്ട്രിക് പ്ലാന്റിലേക്ക് ഒരു കാരണവശാലും ആ ഭാഗത്തേക്ക് ഒരു വൈദ്യുതി കടന്നു വരാൻ പാടില്ല, അല്ലേ? അപ്പൊ സേഫ്റ്റി സൂപ്പർവൈസറുടെ ചുമതല എന്ന് പറയപ്പെടുന്നത് ആ വർക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന ആള് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഓഫ് ചെയ്ത ലൈനിൽ ഒരു കാരണവശാലും വർക്ക് പൂർത്തിയാകുന്നത് വരെ മറ്റൊരു സപ്ലൈയോ ഏതെങ്കിലും കാരണവശാൽ ഒരു കറണ്ട് കടന്നു വരാൻ പാടില്ല. അപ്പൊ സേഫ്റ്റിക്ക് ഇലക്ട്രിക്കലി സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ടത് ആരാണ്? ആ ഇലക്ട്രിക്കലി സേഫ്റ്റി ഉറപ്പുവരുത്തേണ്ട ചുമതല സൂപ്പർവൈസർ ആയതുകൊണ്ടാണ് ഇവിടെ നേരത്തെ അജയൻ സാർ സൂചിപ്പിച്ചതുപോലെ എ എന്താണെന്നും ബി എന്താണെന്നും സി എന്താണെന്നും ഡി എന്താണെന്നും ഇ എന്താണെന്നും നമ്മൾ അറിയേണ്ടത്, അല്ലേ? അവയർനെസ്, ആ ഒരു സിസ്റ്റത്തെ കുറിച്ചുള്ള ഒരു അവയർനെസ്. ഏത് സബ്സ്റ്റേഷനിൽ നിന്നാണ് ഫീഡിങ് വരുന്നത്? ആ ഫീഡറിൽ ഒന്നിൽ കൂടുതൽ ഫീഡർ ഒരുമിച്ച് വരുന്നുണ്ടോ? ഇവ തമ്മിൽ എവിടെയെങ്കിലും ഇന്റർലിങ്ക് ഉണ്ടോ? ആ ലൈനിൽ HT ബാർ LT ആണോ? അതിന്റെ മുകളിൽ ഒരു ടവർ ലൈൻ വരെ കടന്നു പോകുന്നുണ്ടോ? ഇൻഡക്ഷൻ വരാൻ സാധ്യത കൂടുതലാണോ? അവിടെ ചേഞ്ച് ഓവറുമായി ബന്ധപ്പെട്ടതെയും അതർ സോഴ്സ് ആയിട്ടുള്ള ജനറേറ്ററോ ഇൻവെർട്ടറോ ഏതാണെങ്കിലോ സോളാറോ കടന്നു വരേണ്ട സാധ്യത ഇന്ന് സാഹചര്യം വളരെ കൂടുതലായതുകൊണ്ട് ഏതൊരു വർക്കിലേക്ക് കടക്കുന്നതിന് മുമ്പേയും ഇലക്ട്രിക്കലി സേഫ്റ്റി പൂർണ്ണമായും ഉറപ്പുവരുത്താതെ ചെറിയ വർക്കായാലും 5 മിനിറ്റ് ആയാലും 10 മിനിറ്റ് ആയാലും 1 മിനിറ്റ് 1 മണിക്കൂർ വേണ്ടി മാത്രം ഉപയോഗിക്കപ്പെടുന്ന വർക്കിലേക്ക് പോലും എന്ത് വേണം? ഇലക്ട്രിക്കലി സേഫ്റ്റി പൂർണ്ണമായി നമ്മൾ ഉറപ്പ്
ഉറപ്പ് വരുത്തണം. ഒരു മെക്കാനിക്കലി ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് വേണം? സേഫ്റ്റി ബെൽറ്റ്, ഹെൽമെറ്റ് എന്നിവ പൂർണ്ണമായി നമ്മൾ എന്ത് വേണം? ധരിച്ചിരിക്കണം. അങ്ങനെ ഇലക്ട്രിക്കലി സേഫ്റ്റി, മെക്കാനിക്കലി സേഫ്റ്റിയും പൂർണ്ണമായും ഉറപ്പ് വരുത്തുന്ന ഒരു ഘട്ടത്തിൽ മാത്രമേ നമ്മുടെ നയമായ പോളിസിയായ സീറോ ആക്സിഡന്റ് എത്തിക്കാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ പൂർണ്ണ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടത് ആരുടെ മാത്രം ഉത്തരവാദിത്തമാണ്? സൂപ്പർവൈസറുടെ മാത്രമാണോ? ആണോ? ആണോ? അല്ല. ഇനി ജോലി ചെയ്യുന്ന ആളുടെ മാത്രമാണോ? അല്ല. അപ്പൊ നമ്മൾ എല്ലാവരും എന്ത് വേണം? അവനവന്റെ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ട ബാധ്യത അവനവനവന്റെ ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും നമ്മളുടെ തന്നെ ആരാണ്? സൂപ്പർവൈസർ. അപ്പൊ എനിക്ക് ജോലി ചെയ്യാൻ പോകുന്ന ഇലക്ട്രിക് വർക്കറാണ്, കോൺട്രാക്ടർ ആണെന്ന വ്യത്യാസമില്ലാതെ സേഫ്റ്റി ഉറപ്പ് വരുത്തുന്ന ആവശ്യമായിട്ടുള്ള സുരക്ഷാ ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കൃത്യമായ ബോധ്യവും ആ സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സുരക്ഷാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പൂർണ്ണ സുരക്ഷ ഉറപ്പ് വരുത്തേണ്ടതെന്നും കൂടി ചേർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? പൂർണ്ണ സുരക്ഷ നമുക്ക് ഉറപ്പുവരുത്താൻ കഴിയും. ഇതിന്റെ എല്ലാം ആധികാരികമായ ഒരു രേഖയാണ് ഏതെന്ന് പറയപ്പെടുന്നത്. ഇതിന്റെ എല്ലാം ഒരു ആധികാരികമായ രേഖയാണ് എന്നും നമ്മൾ കൈകാര്യം ചെയ്യുന്ന BTW. ഈ BTW ബുക്കിലാണ് നമ്മൾ ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേഫ്റ്റി നയവും ബോർഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേഫ്റ്റി പ്രൊസീജിയറിന്റെയും കൂടി ആകെ തുക എന്ന് പറയപ്പെടുന്നത് ഏതാണ്? BTW. എത്ര ഭാഗങ്ങളുണ്ട്? 3 ഭാഗങ്ങളുണ്ട് അല്ലെ? ഒന്നാമത്തെ ഭാഗം ഏതാണ്? ഓഫീസിൽ വെച്ച് പൂരിപ്പിക്കട്ടെ. എന്താ പറയാ നമ്മള്? വർക്ക് പെർമിറ്റ്, വർക്ക് ഓതറൈസേഷൻ. എന്താ ഓതറൈസ് പറയപ്പെടുന്നത്? AE 11 kV ആണെങ്കിൽ സബ് എഞ്ചിനീയർ ഓതറൈസ് ചെയ്യുന്നു. LT ആണെങ്കിൽ സബ് എഞ്ചിനീയർ ആര് ഓതറൈസ് ചെയ്യുന്നു? അങ്ങനെ ഓതറൈസ് ചെയ്യുമ്പോൾ ഒന്നാമത്തെ ഭാഗം എന്തായിരിക്കും? ഒന്നാമത്തെ ഭാഗം എവിടെ ഇരുന്നാണ് പൂരിപ്പിക്കുന്നത്? ഓഫീസിൽ നിന്ന്. ആ ഓഫീസ് പൂരിപ്പിക്കുമ്പോൾ ഒന്നാമത്തെ ഭാഗം എന്താ എഴുതുന്നത്? വർക്കിന്റെ പേര്, വർക്കിന്റെ സ്വഭാവം, ഏത് വോൾട്ടേജിലാണ് ചെയ്യേണ്ടത്? LT ആണോ 11 kV ആണോ? അടുത്ത പോയിന്റ് എന്ന് പറയപ്പെടുന്നത് ഏതൊക്കെ ഭാഗങ്ങളാണ് ഐസൊലേറ്റ് ചെയ്യേണ്ടത്? വർക്ക് ഓതറൈസ് ചെയ്യുന്ന ആൾ വേണം എന്തെഴുതി കൊടുക്കേണ്ടത്? ഇന്ന സ്ഥലത്താണ് വർക്ക് ചെയ്യുന്നതെന്നും ആ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് സപ്ലൈ ഓഫ് ആകണമെന്നുണ്ട് എങ്കിൽ ഇന്ന സ്ഥലങ്ങൾ AB ഓപ്പൺ ചെയ്യണമെന്നും. അപ്പം വർക്ക് ഓതറൈസേഷൻ കൊടുക്കുന്ന AEക്കും സബ് എഞ്ചിനീയറും എന്തറിഞ്ഞിരിക്കണം? ആ ഫീഡിംഗ് അറേഞ്ച്മെന്റ് കൃത്യമായി. അപ്പം നമ്മുടെ സുരക്ഷ തുടങ്ങുന്നത് എവിടെയാണ്? ഓഫീസിനകത്ത്. നോക്കിക്കേ, അവിടെ നമ്മൾ AE കൊടുക്കുന്ന ഓതറൈസേഷനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ അപ്പഴേ എന്ത് ചെയ്തു? സുരക്ഷ സബ് എഞ്ചിനീയർ എന്ത് ചെയ്തു? ആ കൊടുക്കുന്നതിലേക്കും ഓതറൈസേഷൻ തെറ്റിപ്പോയി കഴിഞ്ഞാൽ പറഞ്ഞൊരു കാര്യമുണ്ടോ? ഉണ്ട്. അതിന്റെ ഏറ്റവും വലിയ സൺറൈസ് മീറ്റിംഗ് ഉണ്ടാകുന്ന ഏറ്റവും വലിയ. നമുക്ക് ഒന്നാമത്തെ ഭാഗം എന്ന് പറയപ്പെടുന്നത് ഓഫീസിൽ നിന്ന് പൂരിപ്പിക്കുന്നു. ഇന്ന സ്ഥലത്താണ് വർക്ക്, ഇന്ന വോൾട്ടേജാണ് ചെയ്യേണ്ടത്, ഇന്ന സ്ഥലങ്ങൾ വേണം ഓഫ് ചെയ്യേണ്ടത്. അടുത്ത ഭാഗമാണല്ലോ. അടുത്ത ഭാഗം ഏതാണ്? ഇന്ന സ്ഥലങ്ങൾ എന്ത് ചെയ്യണം? ഷോർട്ട് ചെയ്ത് ഇതെല്ലാം എവിടെയാണ് തീരുമാനിക്കുന്നത്? ഓഫീസിലിരുന്നു. ഓഫീസിലിരുന്ന് കാര്യം തീരുമാനിച്ച് രേഖപ്പെടുത്തണമെന്നുണ്ട് എങ്കിൽ ആ ഓതറൈസേഷൻ കൊടുക്കുന്ന AEയും സബ് എഞ്ചിനീയർക്കും എന്തറിഞ്ഞിരിക്കണം? ആ സമയത്ത് 11 kV ഫീഡിംഗ് അറേഞ്ച്മെന്റ് ഏതാണെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ AB ഐസൊലേറ്റ്
ചെയ്ത് കഴിഞ്ഞാൽ നാം വർക്ക് ചെയ്യാൻ പോകുന്ന സ്ഥലത്തെ സപ്ലൈ ഐസൊലേറ്റ് ആകുമെന്നും ഏതൊക്കെ സ്ഥലങ്ങളിൽ വേണം ഷോർട്ട് ചെയ്യേണ്ടതും എർത്ത് ചെയ്യേണ്ടതെന്നും ആരാണ് ഓതറൈസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നോക്കിക്കേ, ആ ഓതറൈസ് ചെയ്യുന്ന ആള് എന്തറിഞ്ഞിരിക്കണം? എന്തായിരിക്കണം? ഫീഡിങ് അറേഞ്ച്മെന്റ് കൃത്യമായി അറിഞ്ഞിരിക്കണം. ആ ഫീഡിങ് അറേഞ്ച്മെന്റ് കൃത്യമായി അറിയുന്നതിനുള്ള മാർഗമാണ് എന്ത് നമ്മുടെ ഓഫീസിലേക്ക് സിംഗിൾ ലൈൻ ഡയഗ്രാം. ഫീഡിങ് അറേഞ്ച്മെന്റ് മാറുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് മാറ്റി നമ്മൾ എന്താ രണ്ടാമത്തെ ഘട്ടം ഫീൽഡിൽ ചെയ്യണം അല്ലെ? ആരാ ചെയ്യണത്? സൂപ്പർവൈസർ. ആര്? ഏതിന്റെ അടിസ്ഥാനത്തിൽ? പാർട്ട് 1ന്റെ അടിസ്ഥാനത്തിൽ അല്ലെ? ഇവിടെ പോയി ഇന്ന സ്ഥലം ഐസൊലേറ്റ് ചെയ്യുന്നു, ഇന്ന സ്ഥലം സ്വിച്ച് ഓഫ് എടുക്കുന്നു, AB ഓപ്പൺ ചെയ്യുന്നു. ഈ പറഞ്ഞനുസരിച്ച് എല്ലാം എന്ത് ചെയ്യുന്നു? ഷോർട്ട് ചെയ്ത് എർത്ത് ചെയ്തതിന് ശേഷം എന്ത് പറയുന്നു? പാർട്ട് 1 പറഞ്ഞ പോലെ ഇന്ന സ്ഥലങ്ങൾ ഐസൊലേറ്റ് ചെയ്യുന്നു, ഇന്ന സ്ഥലങ്ങൾ ഷോർട്ട് ചെയ്യുന്നു, ഇന്ന സ്ഥലങ്ങൾ എർത്തിയതിനു ശേഷം ഈ സൂപ്പർവൈസർ എന്ത് പറയുന്നു? സൂപ്പർവൈസർ എന്താ പറയുന്നത്? എന്താണ് ടൂൾ ബോക്സ് കോഡ്? ചെയ്ത കാര്യങ്ങൾ നമുക്ക് എന്താ പറയുന്നത്? അടുത്ത ഭാഗം എന്താണ്? അടുത്ത വരി ചോദിക്കുന്നത്. ഞാൻ ചോദിച്ചത് ആ സൂപ്പർവൈസർ ചെയ്ത കാര്യങ്ങൾ ചെയ്തതിന് ശേഷം പാർട്ട് 1 പറഞ്ഞ രീതിയിൽ ഇന്ന AB അതെല്ലാം പറഞ്ഞു. ഇതിനോട് എന്താ പറയുന്നത്? വർക്ക് തുടങ്ങാം. വർക്കിലേക്ക് നമുക്ക് കടക്കാം. ആരുടെ പറയുന്നത്? അല്ലെ? ശരിയാ പറഞ്ഞില്ലേ? ഇതെല്ലാം ആര് ബോധ്യപ്പെട്ട് കഴിഞ്ഞു? വർക്കിലേക്ക് നമുക്ക് കടക്കാം. പാർട്ട് 2 അപ്പോൾ എന്ത് ചെയ്തു? നമ്മള് ഐസൊലേറ്റ് ചെയ്ത കാര്യം പറഞ്ഞു, ഷോർട്ട് ചെയ്ത കാര്യം പറഞ്ഞു, എർത്ത് ചെയ്ത കാര്യം പറഞ്ഞു. ആരുടെ പറഞ്ഞു? എവിടെ പറഞ്ഞപ്പോൾ അവർക്ക് എന്തുണ്ടായി? കൃത്യമായ ബോധ്യം ഉണ്ടായി. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ? നമുക്ക് വർക്കിലേക്ക് കടക്കാം. വർക്കിലേക്ക് കടക്കുമ്പോൾ അടുത്ത ഭാഗം എന്താണ്? അടുത്ത ഭാഗം വർക്കിലേക്ക് കടക്കാമെന്ന് കഴിയുമ്പോൾ അടുത്ത ഭാഗം ഏതാണ്? ഇവിടെയാണ് നമ്മൾ മെക്കാനിക്കൽ സേഫ്റ്റിയിലേക്ക് വരികയാണ്. ഇവിടെ ഇലക്ട്രിക്കൽ സേഫ്റ്റി പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്ത് ആര് ഉറപ്പുവരുത്തി? എന്താ മെക്കാനിക്കൽ സേഫ്റ്റിയിൽ അടുത്ത കോളം എന്ന് പറയപ്പെടുന്നത്? ഇതായിരിക്കും. ഒന്നാമത്തെ കോളം സീരിയൽ നമ്പർ, രണ്ടാമത്തെ കോളം എന്ന് പറയപ്പെടുന്നത് പേര്, മൂന്നാമത്തെ കോളം എന്ന് പറയപ്പെടുന്നത് ഒപ്പ്, നാലാമത്തെ കോളം സമയം, അഞ്ചാമത്തെ കോളം. ഞാൻ മെക്കാനിക്കൽ സേഫ്റ്റി ഉപകരണങ്ങളായിട്ടുള്ള ഹെൽമറ്റ്, സേഫ്റ്റി ബെൽറ്റ്, ഷൂസ്, ഗ്ലൗസ് എന്നിവ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വർക്കിലേക്ക് കടക്കുന്നു എന്നാണ് പേരെഴുതി ഒപ്പിട്ട് സമർപ്പിക്കുന്നത്. മനസ്സിലായല്ലോ? ആരോ ഒപ്പിടിക്കുന്നത്? സൂപ്പർവൈസർ. ഇതെല്ലാം ഉണ്ട് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് എന്ത് ചെയ്യുന്നത്? ഒപ്പിടിക്കുന്നതും ഒപ്പിടുന്നതും. നോക്കിക്കേ, ആ രണ്ടാം ഘട്ടം എന്ന് പറയപ്പെടുമ്പോൾ അവനവന്റെ മെക്കാനിക്കൽ സുരക്ഷ ഉറപ്പുവരുത്തേണ്ട ബാധ്യത ആർക്കാണുള്ളത്? ജോലി ചെയ്യുന്നത്. നോക്കിക്കേ, ഈ രണ്ട് ഘട്ടങ്ങളും ഒരേ സമയത്ത് പൂർത്തിയാകുമ്പോൾ മാത്രമാണ് എന്തായി മാറുന്നത്? 100% സുരക്ഷ ഉറപ്പ് ഇവിടെയാകുമ്പോൾ. ഇവിടെയാണ് നമ്മൾ എന്തായിരിക്കും ഈ മേഖല ഇപ്പൊ നമ്മൾ ഒരുമിച്ചിരിക്കുന്ന സൂപ്പർവൈസറും വർക്കേഴ്സും ലൈൻമാനുമുള്ള ഈ മേഖലയിൽ ഒരു വർക്ക് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ, സുരക്ഷിതമായി പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ബാധ്യതയുണ്ട്. വർക്ക് ചെയ്യാൻ കൊണ്ടുപോകുന്ന സൂപ്പർവൈസർക്കും വർക്ക് ചെയ്യുന്ന ആർക്കുമുണ്ട്? ഈ പറഞ്ഞ മെക്കാനിക്കലുമായി സേഫ്റ്റിയുമായിട്ട് ഇലക്ട്രിക്കലുമായിട്ടുള്ള സേഫ്റ്റി ഉപകരണങ്ങൾ പൂർണ്ണമായും പാലിക്കാത്തത് കൊണ്ടായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്ത് ശ്രദ്ധയിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സാർ സൂചിപ്പിച്ചതുപോലെ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും കോൺട്രാക്ട് ജീവനക്കാരുടെയും സുരക്ഷ പൂർണ്ണമായും ഉറപ്പുവരുത്തണമെന്നുണ്ട് എങ്കിൽ അത് ഇലക്ട്രിക്കലി സേഫ്റ്റിയും മെക്കാനിക്കലി സേഫ്റ്റിയും പൂർണ്ണമായും ഉറപ്പുവരുത്തുന്ന ഘട്ടത്തിൽ മാത്രമേ നമുക്ക് എന്താ ചെയ്യാൻ പറ്റത്തുള്ളൂ? ആക്സിഡന്റ്. അത് ആര് മാത്രം വിചാരിച്ചാൽ പോരാ. ഒരു വിഭാഗമായി സൂപ്പർവൈസർ മാത്രം വിചാരിച്ചാൽ പോരാ, ആരും കൂടെ അതിനകത്ത് വിചാരിക്കണം. വർക്ക് ചെയ്യുന്ന ആളും
അങ്ങനെ ആകണമെന്നുണ്ടെങ്കിൽ ഈ വർക്ക് ചെയ്യുന്ന ഓരോ ആളും എന്ത് അറിഞ്ഞിരിക്കണം? സുരക്ഷോപകരണങ്ങൾ ഉപയോഗിക്കണം എന്നറിയണം. എന്നല്ലേ എത്ര എണ്ണം വേണം, എത്ര ഐറ്റം വേണം, എല്ലാ ഐറ്റം വേണം അല്ലേ? എല്ലാ ഐറ്റം നമ്മുടെ ബാഗിൽ വേണോ വേണ്ടിയോ, വർക്ക് സൈറ്റിൽ വേണോ വേണ്ടിയോ? ഒരു പീസ് ഓഫ് പേപ്പർ മാത്രം കെട്ടാൻ പോയിട്ട് എല്ലാം കൊണ്ടുപോകണോ? ഓഫീസിലേക്ക് വിളിക്കുന്ന ഒരു സ്ഥലത്ത് കല്ല എന്ന് പറയും. നമുക്ക് എന്ത് മനസ്സിലായി? ട്രാൻസ്ഫോമറിന്റെ ഫീസ് കെട്ടാൻ നമുക്ക് എന്ത് മാത്രം മതി? ടെസ്റ്ററും പ്ലെയറും പോലെ ബാഗ് കൊണ്ട് പോകണോ? ബാഗ് കൊണ്ട് പോണം. എന്തുകൊണ്ടാ ഞാൻ പോകണമെന്നാ പറയുന്നത്? എന്തുകൊണ്ടാ പോണം? ഗ്ലൗസ് ഉണ്ട് വേറെ ഫീസ് പോയ റീസൺ എന്തായിരിക്കും? റീസൺ വേറെ പ്രശ്നം കാരണം ഉണ്ടാവും. എന്തായാലും കാരണം സൈറ്റിൽ പോയാലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിനർത്ഥം എന്ത് ചെയ്തു? ഒരു ഫീസ് പോയാലും അല്ലെ, ഒരു വീട്ടിലെ ഒരു ഫീസ് ഓഫ് അറ്റൻഡ് ചെയ്യാൻ പോയാൽ പോലും നമ്മൾ എന്ത് വേണം? നമ്മുടെ കയ്യിൽ സേഫ്റ്റി ഉപകരണങ്ങളായ 14 ഐറ്റം ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു സൈറ്റിൽ പൂർണ്ണമായും സേഫ്റ്റി ഉറപ്പുവരുത്തിക്കൊണ്ട് ചെയ്യാൻ കഴിയും. ആണല്ലയോ? ശരിയാണല്ലയോ? ഉദാഹരണത്തിന് ഞാൻ പുതിയൊരു വർക്കറാണ്. നിങ്ങളെല്ലാം എന്ത് ചെയ്ത് എന്നെ ജോലിക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ജോലിക്ക് നിങ്ങളോടൊപ്പം വരുന്നത്. ഇപ്പോൾ എന്ത് ചെയ്തു? ഒരു LT സിംഗിൾ ഫേസ് ലൈനിലെ ഒരു പീസ് ഓഫ് അറ്റൻഡ് ചെയ്യണം. അതാണ് എന്റെ ജോലി. ഇപ്പോൾ എന്ത് ചെയ്തു? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? ട്രാൻസ്ഫോമറിന്റെ പീസ് സിംഗിൾ പീസ് ആണല്ലോ. പീസ് അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? ഷോർട്ട് ചെയ്തു. എവിടെ ഷോർട്ട് ചെയ്തു? ട്രാൻസ്ഫോമർ സ്റ്റേഷനിൽ ഷോർട്ട് ചെയ്തു. ഇനി നമുക്ക് എങ്ങോട്ട് പോകണം? പോസ്റ്റിന്റെ അടുത്തേക്ക് പോകണം. അടുത്ത എന്ത് ചെയ്യണം? നമ്മള് അടുത്ത എന്ത് ചെയ്യണം? കർത്തിയില്ലേ അല്ലേ? വേണോ വേണ്ടിയോ? ഉറപ്പാണല്ലോ. കർത്തിയായിട്ട് നമ്മൾ എന്ത് ചെയ്തു? പൈപ്പ് അടിച്ചു, കർത്ത് കൊടുത്തു. കർത്തോട് എത്ര മുട്ടിച്ചപ്പോൾ സ്പാർക്ക് ഉണ്ടായി. എന്താ പ്രശ്നം? നമ്മളെ ട്രാൻസ്ഫോമർ ഓഫ് ചെയ്ത് ഷോർട്ട് ചെയ്തിരിക്കുക. നമ്മളെ എങ്ങനെയാ? ഏത് പല രീതി? വീട് ഓഫ് ചെയ്ത് മാറി. അടുത്ത വീട് ഓഫ് ചെയ്തു. കറക്റ്റ് രണ്ടാമത്തെ സംശയമുള്ള വീടും കൂടെ ഓഫ് ചെയ്തു. ജനറേറ്റർ അവിടെ പോയി നോക്കി, അവിടെ ജനറേറ്റർ ഒന്നും ഇല്ല. അങ്ങനെ ചെറിയൊരു കോളനി ഭാഗം ജനറേറ്റർ ഒന്നും ഇല്ല. ഞാൻ പറഞ്ഞ കോളനിയാണ്, അവർക്ക് അങ്ങനെ ഒന്നും ഇല്ല. ഒരു ഇൻവെർട്ടർ ഇല്ല. ഇൻഡക്ഷൻ വേണം നോക്കിയല്ലേ? എന്ത് ഇൻഡക്ഷൻ? പവർ ലൈനോ? 110. നമ്മൾ മൂലം 110 ഓഫ് ചെയ്തു. സോളാറുണ്ടോ? ഞാൻ പറഞ്ഞു കോളനിയാണ്, അവിടെ സോളാർ അറിയത്തില്ല. സോളാറും ഇല്ല. പിന്നെ ഇന്റർലിങ്ക് മാറിപ്പോ നോക്കി പോയി നോക്കി. നമ്മൾ രണ്ടുപേരും അപ്പുറം രണ്ട് സൈഡിൽ പോയി നോക്കി. ഇന്റർലിങ്ക് മാറില്ല, കറക്റ്റാ ഓഫ് ചെയ്ത്. ഇന്റർലിങ്ക് മാറ്റമൊന്നുമില്ല. 3 സ്പാൻ കഴിഞ്ഞതിന് ശേഷം ഇന്റർലിങ്ക്. അപ്പൊ അതുമല്ല വേറെ സാറ് എന്നാ അശ്വതി എന്നാ വീണ്ടും മുട്ടിച്ചപ്പോ വീണ്ടും സ്പാർക്ക്. ട്രാൻസ്ഫോമർ എത്ര പ്രോപ്പർ അല്ല. ട്രാൻസ്ഫോമർ ചെയ്ത് ഓപ്പൺ ചെയ്യും. മുട്ടില് അത് പോയി ഐസൊലേറ്റ് ചെയ്തു. സംശയം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫോമർ മോട്ടർ അയച്ചോളൂ. കപ്പാസിറ്ററുണ്ടോ നോക്കിയല്ലേ? UG കേബിളോ ABC ഉണ്ടെന്ന് വെച്ചാൽ ആ പ്രദേശം അങ്ങോട്ട് സാധനം ഇല്ല. ABC ഇല്ല, UG കേബിളും ഇല്ല. വെറുതെ പറയാൻ സംശയമില്ല. ഞാൻ ജോലിക്ക് കുറച്ചുള്ള ആയുള്ളൂ. ഈ കാരണം കൊണ്ട് വലിയ പരിചയമൊന്നും ഇല്ല. അങ്ങനെ പേടിയായിട്ട് ആരും സൂപ്പർവൈസർ പറഞ്ഞു വലിയ വരില്ല. പേടിയുണ്ട്. ആരും മുട്ടിച്ച് വീണ്ടും അപ്പോൾ ഇത് തന്നെ മതി. എന്താ പ്രശ്നമൊന്നും ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചർച്ച ചെയ്തത്?
ലൈന് ഓഫ് ചെയ്താൽ പോലും ഇവിടെ പറഞ്ഞതുപോലെ ഇന്റർലിങ്ക് വഴിയോ HT വഴിയോ ഇൻഡക്ഷൻ വഴിയോ സോളാർ വഴിയോ ജനറേറ്റർ വഴിയോ ഏത് വിധേന വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു സപ്ലൈ വരാനുള്ള സാധ്യതയെന്ന് കൂടുതലാണ് എന്ന് നിങ്ങൾക്കൊന്ന് ബോധ്യപ്പെടുത്താൻ മാത്രമേ ഉള്ളൂ. എന്താ നമ്മുടെ ആധികാരികമായി നമ്മുടെ അവസാനത്തെ വാക്ക് ഉയർത്തി. ഇത് മാത്രമേ നാം ഉദ്ദേശിക്കുന്നു. അപ്പം ഓരോ ദിവസം കഴിയുന്തോറും ഒരു ചാലകമാണ് എന്നുണ്ട് എങ്കിൽ ആ ചാലകത്തിലുള്ള വൈദ്യുതി നമ്മൾ ഏത് സമയത്ത് വിച്ഛേദിച്ചാൽ പോലും 1 മണിക്കൂറോ 10 മണിക്കൂറോ 5 മിനിറ്റോ 10 മണിക്കൂറോ ഒരു ദിവസം കഴിഞ്ഞാൽ പോലും ഈ പറഞ്ഞ ഏത് വിധേനയും നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒരു സപ്ലൈ കടന്നു വരാനുള്ള സാധ്യത എന്ന് കൂടി വരുന്നു. ഈ സാധ്യത നമ്മൾ എങ്ങനെ മുറിച്ചു കടക്കാൻ കഴിയുമെന്ന് കൃത്യമായി ബോധ്യം എനിക്കുള്ളത് കൊണ്ടാണ്, സൂപ്പർവൈസർക്കുള്ളത് കൊണ്ടാണ്. അങ്ങനെ ഒരു സാധ്യത വന്നാൽ പോലും എന്ത് ചെയ്യണം? ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്? ഷോർട്ട് ചെയ്ത്